എല്ലാവർക്കും നമസ്കാരം. വേദാവിദ്യഹരയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചക്കാലത്തെ അവരുടെ ശുഭാശുഭ ഫലങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി ഭരണി കാർത്തികകാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം. മേലധികാരികളിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നതിനും ഏറെ നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന കേസുകളൊക്കെ അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒരുമിച്ച് കഴിയുന്നതിനുള്ള സാഹചര്യങ്ങളും ദൂരദേശ യാത്രകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ചക്കാലം. എന്നിരുന്നാലും പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ കഴിയാവുന്നതും ഈ ഒരാഴ്ചക്കാലം ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവർ സഹായിക്കുന്നതിന് തൽപരത ആയിരിക്കുമെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിന് ക്ലേശം വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിയാനായിട്ട് ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പിന്നീട് വരുന്ന അപവാദങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം ശിവഭജനം നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങളൊക്കെ വെക്കുന്നതിനും പഴയ ഗൃഹങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഏറെ നാളെ പ്രതീക്ഷയോട് കാത്തിരുന്ന വാഹന ലാഭങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സന്തോഷത്തിന് ഇട നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടൊക്കെ സ്നേഹത്തോടുകൂടി കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവും. ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഇവർ തന്നെ സ്വമേധയാ പിടിവാശികളൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത പിടിവാശികളൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് കാരണമായേക്കാം. പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ദാമ്പത്തിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് സ്വരുമതയിൽ പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതായിരിക്കും. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൻ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി സാമ്പത്തിക പുരോഗതിയൊക്കെ വന്നു ചേരുന്നതിനുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശാന്തിക്കായിട്ട് ശിവക്ഷേത്ര ദർശനവും വിഷ്ണു ഭജനവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഈ ഒരാഴ്ചക്കാലം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ കരാറുകളൊക്കെ തുടങ്ങാനുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കരാറുകളിലേക്ക് ഒപ്പുവയ്ക്കാനായിട്ട്. നമ്മുടെ അശ്രദ്ധ മൂലം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗം കൂടി ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളും മനസ്സന്തോഷം വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനേട്ടത്തെയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നുണ്ട്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും ഉല്ലാസയാത്രകൾ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളും മറ്റുള്ളവരുമായിട്ടുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഏറെ നാളായി ശത്രുതയിൽ നിന്ന് ആൾക്കാരുമായിട്ട് പോലും ഐക്യത്തിൽ പോകുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നുണ്ട്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരാഴ്ചക്കാലമാണ് ഈ വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനഷ്ടം, ശരീരത്തിലുണ്ടാകുന്നതായ ബലക്ഷയങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ പല വിധത്തിലുള്ള ക്ലേശങ്ങളായിട്ടും ഈ ഒരാഴ്ചക്കാലം ഇവരെ അലട്ടുന്നതിനുള്ള യോഗം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകാനായിട്ട്. മുതിർന്ന മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും തൊഴിൽ സ്ഥാനത്തുനിന്ന് സ്വമേധയാ മാറിപ്പോകുന്നതിനുള്ള മനസ്ഥിതി ഉണ്ടാവാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുതാഭാവങ്ങളൊക്കെ കൂടുന്നതിനുള്ള യോഗങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ജനങ്ങളുമായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമായിട്ടും വിരോധം വരേണ്ട രീതിയിലുള്ള സംഭാഷണ ശൈലികളെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം സംവാദ സൂക്തമന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച്
പൊതുവെ ഗുണദോഷ മിശ്രിതമായിട്ടിരിക്കുന്ന ഒരാഴ്ചക്കാലമാണ് വരാൻ പോകുന്നത്. ഏറെയും മനസ്സിനെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സന്താനങ്ങളിൽ നിന്നോ ജീവിത പങ്കാളികളിൽ നിന്നോ മനസ്സിനേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. കഴിയാവുന്നതും ഊഹാപോഹങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതി നമുക്ക് തെറ്റായിട്ട് തോന്നാം. അത് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. ആവശ്യമില്ലാത്തതായ പ്രശ്നങ്ങളിലൊക്കെ തലയിടുന്നതായ സ്വഭാവ രീതിയും മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ദേവിക്ക് വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിഷാദകാലം അനിഴവും തൃക്കേട്ടയിൽ ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ഏറെ മനസ്സന്തോഷം ഉണ്ടാകുന്ന ഒരാഴ്ചക്കാലമാണ്. സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉല്ലാസയാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഏറെ നാളായി അകന്നു കഴിയുന്നവർക്ക് സ്വജനങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിയുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. തൊഴിൽ സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളിൽ നിന്ന് അപ്രീതി ഉണ്ടാകുന്നതായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് ശ്രദ്ധിക്കുക. ലഹരി ഉപയോഗിക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ലഹരി ഉപയോഗങ്ങൾ കഴിയാവുന്നതും കുറച്ച് വയ്ക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. മൂലം, പൂരാട, ഉത്രാടത്തിക്കാൽ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് വാഹന മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ കഴിയാവുന്നതും ഒഴിവാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആവശ്യമില്ലാതെ ധനം ചെലവഴിക്കുന്നതിനും ധനത്തിൻ്റെ പേരിൽ മറ്റുള്ളവരായിട്ട് കലഹിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കഴിയാവുന്നതും നമ്മൾ ചിലവാക്കുന്ന ധനത്തിനൊക്കെ കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കാനും ഈ ഒരാഴ്ചക്കാലം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏറെ ഗുണപരമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ പറ്റിയ സാഹചര്യം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലം വരാൻ പോകുന്നത്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടി ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച ദിവസം കറുകമാല സമർപ്പിക്കുന്നതും ശിവഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരി ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേറെ ക്ലേശകരമായിട്ടുള്ള സമയമാണ് ഈ ഒരാഴ്ചക്കാലം. മറ്റുള്ളവരുമായിട്ട് കലഹിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കി നിർത്തുക. ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചതി, വഞ്ചന, കളവ് കഴിയാവുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് സാഹചര്യത്തിലും കളവ് പറയുന്ന സാഹചര്യങ്ങൾ ഈ ഒരാഴ്ചക്കാലം ഇവരെ സംബന്ധിച്ച് പിന്നീട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. ഊഹാപോഹ കച്ചവടങ്ങൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുമായിട്ട് വ്യവഹാരം ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കഴിയാവുന്ന പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഒരാഴ്ച കാലത്തിന് ശേഷം മാത്രം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക. പുതിയ എഗ്രിമെൻ്റ് വെക്കുന്നതും ഒഴിവായി നിൽക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഒരു ഫലമാണ്. ഗുണവും ദോഷങ്ങളും മാറി മാറി അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണം വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകാനായിട്ട്. കാരണം കൂടുതൽ സന്തോഷിക്കുന്നതിന് ആനുപാതികമായിട്ട് തന്നെ സങ്കടപ്പെടേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വായനാശീലം വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹ അന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. എങ്കിൽ തന്നെയും ഗൃഹ അന്തരീക്ഷത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാഹചര്യങ്ങളും സംജാതമാകും. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതായ അഭിപ്രായ വ്യത്യാസങ്ങളും പിടിവാശികളും നമ്മൾ ഒഴിവാക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും ഗുണപരമായിട്ടൊരാഴ്ചക്കാലമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനും നമ്മുടെ മനസ്സിലുണ്ടായ ആശയങ്ങളൊക്കെ പ്രാവർത്തികത്തിൽ എത്തിച്ചേർക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മുടേതായ അഭീഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹോട്ടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അന്യദേശ യാത്രകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. മടി, ആലസ്യത ഇവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതായ ഒരു ജീവിത ശൈലി ഇവർക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ജീവിത ശൈലിയെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ കഴിയാവുന്നതും ചെയ്തു വെച്ച് മുന്നോട്ട് പോകാനായിട്ടും കൂടി ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാനം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലത്തെ നേർന്നുകൊണ്ട് എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.